ഇറാനിയൻ മിലിറ്ററി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഴ്സ് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇറാനിയൻ പത്രങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ വാർത്ത കൊടുക്കുന്നു. എന്താണ് സംഭവം? മനസ്സിലാക്കുക, ഇസ്രായേലി മൊസാദിൽ സ്പൈ ഏജൻസിയാണ് ലോകത്തിൽ ഇപ്പം നമ്പർ 1, 2, 3 എന്നൊക്കെ പറയുവാണെങ്കിൽ 1, 2 സ്ഥാനത്ത് നിൽക്കുന്ന സ്പൈ ഏജൻസിയാണ്. നല്ല അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുന്നവരാണ്. അതിലേകദേശം 100-ൽ പരം മലയാളികളുണ്ട്. അവിശ്വസനീയമായി തോന്നാം. അവൻ്റെ കഴിഞ്ഞ 10-12 വർഷമായിട്ടാണ് മലയാളികളുടെ പ്രസൻസ് ഈ മൊസാദിലുണ്ടായി. വെൽ ട്രെയിൻഡാണ് ഇവർ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന റിപ്പോർട്ട്, ഇറാനിൽ ഇപ്പോഴത്തെ ഭരണാധികാരി മസൂദ് പെഷഷ്ഖാൻ അധികാരത്തിൽ വരുന്നു. നിങ്ങൾക്കറിയാം, ആ സമയത്ത് ഹമാസിൻ്റെ ലീഡറായിരുന്ന ഇസ്മായിൽ ഹനിയ അവിടെ മിലിറ്ററി ക്യാമ്പസിൽ അതീവ തീവ്ര സുരക്ഷയിലാണ് അദ്ദേഹത്തിന് അവിടുത്തെ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഗസ്റ്റ് ഹൗസ് കൊടുത്ത് താമസിക്കാൻ.